അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഈ സൈഡിൽ ഇവിടെ കാണുന്നതാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇന്നൊരു കല്യാണം കേട്ടോ ഇവിടെ. ഇതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പോൾ നമ്മളിനി വനത്തിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഒരു മാറ്റമില്ല, നേരെ വനം പിടിക്കുകയാണ്. നല്ല മഴക്കോളുണ്ട് ഈ സമയത്ത്. നമ്മൾ നേരെ കുട്ടമ്പുഴ നേരെ പിടിച്ച് കുട്ടമ്പുഴ കയറി നമ്മൾ പോവാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ മറക്കണ്ട. ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഒരു ഡ്രീം ലാൻഡായ നമ്മുടെ മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത്. മാമലക്കണ്ടത്ത് ഇന്നത്തെ ക്ലൈമറ്റ് നല്ല മഴ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. മഴ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ കോട്ട് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ്സ് ഓക്കെ. നമ്മൾ ജെറ്റ് ഇട്ട് പോകട്ടെ ഗൈസ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാനൊന്ന് പറയട്ടെ ഗൈസ്. ഞാനിന്ന് ഈ ട്രിപ്പ് പോകുന്നതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് കുറച്ചൊരു പ്രശ്നമാണ്. കാരണം പ്രശ്നമല്ല, കുറച്ചൊരു വെറൈറ്റിയാണ്. കാരണം ഞാൻ 4 days ലീവിനായിട്ട്, അതായത് വെറും 4 ദിവസത്തെ ലീവിനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇടുക്കിയിലേക്ക് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നേര്യമംഗലം അടിമാലി എന്നുള്ള റൂട്ട് വേണമെങ്കിൽ സ്വീകരിച്ചിട്ട് എനിക്ക് വളരെ സിമ്പിളായിട്ട് എനിക്ക് ചെന്നെത്താൻ പറ്റും. അതായത് എനിക്ക് ഏകദേശം വലിയ കിലോമീറ്റർ ഒന്നുമില്ല, 80 കിലോമീറ്റർ 100 കിലോമീറ്റർ ഉണ്ടായിരിക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ കൂടുതലാണ്. വെറും 50 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പറയുമ്പോൾ വെറും ഒരു 50 കിലോമീറ്റർ, നിങ്ങൾ പറയുമ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 50 കിലോമീറ്റർ എനിക്ക് കൂടുതലാണ്. പക്ഷെ ഞാൻ ആ ഒരു 50 കിലോമീറ്റർ കൂടുതൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തെ 4 ലീവ് മാക്സിമം ഉപയോഗിക്കാനാണ് എൻ്റെ പ്ലാൻ. എനിക്കൊരു പ്ലാനുണ്ട് ഗൈസ്. ഒരു മാസത്തിൽ കിട്ടുന്ന 4 ലീവ്, അതിൽ 4 ലീവിൽ ഒരു ദിവസത്തെ 24 മണിക്കൂർ. ആ 24 മണിക്കൂർ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ 24 മണിക്കൂർ ഏതൊക്കെ രീതിയിൽ ചെലവഴിക്കാൻ പറ്റും അതാ രീതിയിലെല്ലാം എൻ്റർടൈൻഡ് ആവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു ചുരുങ്ങി എപ്പോഴും നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് പറ്റിയൊരു സംഭവമല്ല. അല്ലെ, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കുള്ള എൻ്റർടൈൻമെൻറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് പ്ലേസിലായിരിക്കും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. അതിലുപരി നമുക്കൊരു എൻ്റർടൈൻഡ് ആവണമെങ്കിൽ നമുക്ക് എന്താണ് ഓപ്ഷൻ? നമുക്ക് കിട്ടുന്ന ലീവ്. അപ്പോൾ സൺഡേ ലീവ് കിട്ടുന്ന ആൾക്കാർ എല്ലാ സൺഡേ മുടങ്ങാതെ ട്രിപ്പ് പോകുന്ന, അതായത് ഓഫ് റോഡൊക്കെ കയറാൻ പോകുന്ന എല്ലാ സൺഡേയിലും ഒരു ഓഫ് റോഡ് അറ്റൻഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് സൺഡേ ഇല്ല, വർക്കുണ്ട്. അപ്പോൾ ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് സൺഡേ ഇറങ്ങാൻ പറ്റും. എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 4 അപ്പോൾ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് നമുക്കൊരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മാർഗമുണ്ട്. നമ്മൾ ഏതൊക്കെ രീതിയിൽ അത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളതിലാണ് അതിനകത്ത് കാര്യം. നമ്മൾ ഏത് രീതിയിൽ അത് മേക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതുപോലെ നമ്മൾ മേക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. കാരണം ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ വളരെ 100, 80, 90 കിലോമീറ്റർ ചെന്ന് അവസാനിക്കേണ്ട ഒരു യാത്ര നമ്മൾ ഒരു 50 കിലോമീറ്റർ കൂട്ടി കുട്ടമ്പുഴ മാമലക്കണ്ടം എന്നുള്ള റൂട്ട് എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ വൈബിന് വേണ്ടിയിട്ടാണ് പോണേ. നമുക്ക് എവിടുന്ന് വൈബ് കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പം വന്ന വഴിക്ക് കുരങ്ങിനെ കണ്ടപ്പോൾ എനിക്ക് വൈബ് കിട്ടി. കാരണം അതൊക്കെ എന്ന് വെച്ചാൽ എനിക്കത് നമ്മൾ ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ. ആ പാലം, പിന്നെ അതുപോലെയുള്ള കാഴ്ചകൾ. കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. എനിക്കത് അയാളും ഞാനും കൂടെ കണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ. പക്ഷേ എപ്പോഴും തന്നെ ആകുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വ്ലോഗ് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട്. കാരണം അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വ്യൂവേഴ്സോ അല്ലെങ്കിൽ എത്ര പേര് കാണുന്നു, അല്ലെങ്കിൽ എത്ര പേര് ലൈക്ക് അടിച്ചു, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വല്ലാത്തൊരു റിലാക്സേഷൻ തന്നെ തരുന്നതായിരിക്കും ഉറപ്പായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഇടയ്ക്കൊന്ന് പറയണം തോന്നി. അപ്പോൾ ഞായപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല മനോഹര കാഴ്ചകളുണ്ട് കേട്ടോ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് റോഡ് അല്പം മോശമായിരിക്കും. എൻ്റെ സൗണ്ട് ക്വാളിറ്റി ചിലപ്പോൾ അത്രയ്ക്ക് ഒരു ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം സൗണ്ട് ക്വാളിറ്റി ചെറിയ ഇഷ്യൂ ഉണ്ട്. നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് മഴ തുടങ്ങി കേട്ടോ ഗൈസ്. അങ്ങോട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാര്യം കട്ട പുകയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ മഴ വന്നു കേട്ടോ. നമ്മൾ എങ്ങനെ ഇന്നത്തെ അതിജീവനം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഏത് രീതിയിലായിരിക്കും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ പോകാവുന്നതിൻ്റെ മാക്സിമം നമുക്ക് കുറച്ച് സ്പീഡുണ്ട്. ഈ പള്ളി ഒരു പ്രത്യേക പള്ളി കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്.
മാമലക്കണ്ടം എന്ന് പറയുമ്പോഴല്ലോ നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ കോതമംഗലത്ത് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എറണാകുളത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോതമംഗലം വന്നിട്ട് അവിടെ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ മാമലക്കണ്ടത്തേക്ക് പോകാനായിട്ട്. നമ്മുടെ എല്ലായിടത്തും നമ്മുടെ ഇടുക്കി ജില്ലയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ ഈ സ്ഥലങ്ങളെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഇത്ര കിലോമീറ്റർ, അതെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1200 കിലോമീറ്റർ അല്ല ഗൈസ്, മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എളമ്പശ്ശേരി വെള്ളച്ചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഗ്രാമത്തിലെ, അതായത് നമ്മുടെ ആ സ്കൂളിൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് നമ്മുടെ എളമ്പശ്ശേരി വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ സർക്കാർ സ്കൂളും ആ ഒരു ഏരിയയൊക്കെയാണ് ഈ മാമലക്കണ്ടത്തിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആൾക്കാരങ്ങോട്ട് വരാൻ ഒരുപാട് പ്രേരിപ്പിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. കാരണം സ്വന്തമായി വെള്ളച്ചാട്ടമുള്ളൊരു ഹൈസ്കൂൾ എന്നുള്ളൊരു പേരൊക്കെ നമ്മുടെ ഈ മാമലക്കണ്ടം ഹൈസ്കൂളിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ ചില വ്ളോഗർമാരൊക്കെ, ചിലരല്ല ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രം മാമലക്കണ്ടം ഇത്രയും പോപ്പുലർ ആവാൻ റീസൺ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൈസ്കൂളും ആ വെള്ളച്ചാട്ടം തന്നെയാണ്. ഇവിടെ വർഷം ഈ ഏത് ടൈമിലാണെങ്കിലും അവിടെ നല്ല മനോഹരമാണ് കാണാൻ കേട്ടോ. നമ്മുടെ ക്യാമ്പിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട്, കുട്ടമ്പുഴ, ഉള്ളംതണ്ണി വഴി മാമലക്കണ്ടം, ആ വഴിക്കാണ് വന്നു കഴിഞ്ഞാലാണ് നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. നമുക്ക് മാമലക്കണ്ടം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചേട്ടാ മാമലക്കണ്ടം അങ്ങോട്ടാ? ഈ വഴി. ഗൈസ് നമ്മൾ മാമലക്കണ്ടത്തിനുള്ള വഴി കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാമലക്കണ്ടം റൂട്ട് കയറിയിട്ടുണ്ട്. ചേട്ടാ മാമലക്കണ്ടം നേരെയാണോ? മാമലക്കണ്ടം നേരെ പൊക്കോ. നേരെ പോയിട്ട് ആ പോസ്റ്റ് ഓഫീസിൻ്റെ റോട്ടിൽ ബോർഡ് മാമലക്കണ്ടം. എലിഫൻറ്റ് ചാണ കാണാമെന്നൊരു ഡൗട്ടുണ്ട്. എന്തൊക്കെ റോട്ടിൽ കിടപ്പുണ്ട്, സീനില്ല. ഓ നല്ല തണുപ്പാട്ടോ, എന്ത് രസമാണ്, ഭയങ്കര തണുപ്പ് കേട്ടോ. നല്ല സ്റ്റാൻഡ് തട്ടിയില്ലായിരുന്നു ഗായ്സ്. ഓ ഇപ്പം നമ്മൾ പെട്ടേനെ ഗൈസ്. ആന മറച്ചിട്ടേക്കുന്നതാണോന്ന് അറിയത്തില്ല. ഇവിടെ തടിയും മരമൊക്കെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. കൊടും കാടാട്ടോ, ഒരു രക്ഷയില്ല. കൊടും കാടുള്ള സ്ഥലം. ദേവി എവിടെ ഉണ്ടാവുന്നത്? ആൾക്കാർ ഇതേ വണ്ടിയൊക്കെ ചവിട്ടിയിട്ട് പഴയ കള്ളുകുടിക്കലാട്ടോ. കള്ളുകുടിയും പരിപാടിയൊക്കെ ആണ്. സീനില്ല, ആൾക്കാർ എൻജോയ് ചെയ്യട്ടെ. ആന വന്ന് ചവിട്ടിക്കൊല്ലായിരുന്നോ മതിയായിരുന്നു. എന്താ വൈബിട്ടോ ഗൈസ്, എന്ത് രസം ഇവിടെ. ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ്. മാമലക്കണ്ടം ഇത്